വെൽക്കം ടു കേരള HR. കേരള HR എന്നത് കണക്റ്റ് മലയാളിയുടെ തന്നെ സംരംഭമായ ഒരു ജോബ് സൈറ്റാണ്. ഇതിനകം തന്നെ 1000-ലുപരി തൊഴിലന്വേഷകർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് keralahr.com ഒന്ന് പരിചയപ്പെടാം. ആദ്യമായി നമുക്ക് എങ്ങനെ ഒരു തൊഴിൽ അന്വേഷകനായിട്ട് രജിസ്റ്റർ ചെയ്യാം എന്ന് നോക്കാം. അതിനുവേണ്ടി അഡ്രസ് ബാറിൽ www.keralahr.com എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഗോ ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേരള HR വെബ്സൈറ്റിൻ്റെ ഹോം പേജാണ്. ഹോം പേജിൻ്റെ വലതുവശത്ത് ന്യൂ യൂസർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് കേരള HR വെബ്സൈറ്റിൻ്റെ ഹോം പേജ്. ഇതിൽ കാൻഡിഡേറ്റ്സ് ലോഗിൻ്റെ അടിയിലായിട്ട് കാണുന്ന ന്യൂ യൂസർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ടുള്ള ഒരു ഫോമാണ് നിങ്ങൾ കാണുന്നത്. രജിസ്ട്രേഷൻ ഒന്നിലധികം സ്റ്റെപ്പുകളായിട്ടാണ് നടക്കുന്നത്. കാരണം തൊഴിലന്വേഷകരെ പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ലഭിച്ചാൽ മാത്രമേ അയാൾക്ക് യോജിച്ച രീതിയിലുള്ള തൊഴിൽ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഇത് ഫിൽ ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കുക. ഇപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ടുള്ള ഒരു ഫോമാണ് കാണാൻ കഴിയുന്നത്. ഈ പേജിൽ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങളാണ് നൽകേണ്ടത്. ഇതിൽ സബ്മിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതിനുശേഷം വരുന്നത് അവസാനത്തെയും മൂന്നാമത്തെയും സ്റ്റേജായ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ചോദിച്ചുകൊണ്ടുള്ള ഒരു ഫോമാണ്. ഇതിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസ്, പിന്നെ റെസ്യൂം അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഫോമുണ്ട്. ഇത് റെസ്യൂം അപ്ലോഡ് ചെയ്ത് അതിനുശേഷം നമ്മൾ സേവ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ പ്രൊഫൈലിലേക്കാണ്. ഇതാണ് യൂസർ പ്രൊഫൈൽ. ഇതിൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ കാണുന്നത് നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ളൊരു സ്പേസാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ അക്കാഡമിക്കൽ ഡീറ്റെയിൽസ് ഇവിടെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. എഡിറ്റ് ഓപ്ഷൻ സൈഡിൽ തന്നെയുണ്ട്. അതുപോലെ എക്സ്പീരിയൻസ്, ഇതെല്ലാം ഇവിടെ നിന്നും എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ലേറ്റസ്റ്റ് റെസ്യൂം ഇവിടെ നിന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നു. ഇത്രയുമാണ് കേരള HRൻ്റെ പ്രത്യേകതകൾ. ഇനി നമുക്ക് കാൻഡിഡേറ്റ്സ് ലോഗിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. ഇവിടെ യൂസർ നെയിമിൽ എൻ്റെ പേര് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം എൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫൈലിലാണ് എത്തിയിരിക്കുന്നത്. ഈ പ്രൊഫൈലിൽ എൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് എൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അക്കാഡമിക് ഡീറ്റെയിൽസ് ഉണ്ട്. ഇതിനെ എഡിറ്റ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് അക്കാഡമിക് ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ചോദിച്ചുകൊണ്ടുള്ള ഒരു ഏരിയ ഇവിടെ ഉണ്ട്. ഇതും നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അവസാനമായിട്ട് നിങ്ങളുടെ ലേറ്റസ്റ്റ് റെസ്യൂം അത് ഇവിടെ നിന്നും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇത്രയും ഫെസിലിറ്റീസാണ്
കാൻഡിഡേറ്റ് സൈഡിലുള്ളത്. ഇനി നമുക്ക് ഒരു എംപ്ലോയറായിട്ട് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നാണ് നോക്കേണ്ടത്. അതിനായി എംപ്ലോയർ ലോഗിൻ എന്നുള്ള ഇതിൻ്റെ അടിയിലായിട്ടുള്ള ന്യൂ യൂസർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് എംപ്ലോയർ സൈനപ്പ് പേജിലാണ്. ഇവിടെ നമ്മൾ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും വേണ്ട കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം അടിയിലായിട്ട് നമുക്ക് കമ്പനിയുടെ ലോഗോ അപ്ലോഡ് ചെയ്യാനുള്ളൊരു സ്പേസ് തന്നിട്ടുണ്ട്. അവിടെ ലോഗോ അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് സൈനപ്പ് ചെയ്യുക. നമ്മൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് ഒരു കൺഫർമേഷൻ മെയിൽ വരും. അപ്പം നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് കൺഫേം ചെയ്താൽ മാത്രമേ നമുക്കിതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. കൺഫർമേഷൻ മെയിൽ ഐ ഡി ഞാൻ ക്ലിക്ക് ചെയ്തു. അങ്ങനെ ഞാനതിൽ രജിസ്റ്റേർഡായി. ഇനി നമുക്ക് എംപ്ലോയറായിട്ട് എങ്ങനെ ലോഗിൻ ചെയ്യാം എന്ന് നോക്കാം. അതിനുവേണ്ടി എൻ്റെ യൂസർ നെയിമും ഇവിടെ ടൈപ്പ് ചെയ്തു, അതിൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇതാണ് എൻ്റെ ഹോം പേജ്. ഇവിടെ എൻ്റെ ഫോട്ടോസ് മാറ്റാനുള്ള അല്ലെങ്കിൽ ലോഗോ മാറ്റാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അവിടെ നമുക്ക് ലോഗോ അപ്ലോഡ് ചെയ്യാം. അതുമാത്രമല്ലാതെ അപ്ഡേറ്റ് മൈ പ്രൊഫൈൽ, നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ജോബ്സിൻ്റെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ, പുതിയതായിട്ട് എന്തെങ്കിലും ജോബ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഇവിടുന്ന് ചെയ്യാവുന്നതാണ്. ന്യൂ ജോബ്സ് ഇവിടെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഉള്ളത്. പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവിടുന്ന് എഡിറ്റ് ചെയ്യാം. പേഴ്സണൽ ഡീറ്റെയിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ കമ്പനി ഡീറ്റെയിൽസ് ഇവിടെ എഡിറ്റ് ചെയ്യാം. ഇത്രയൊക്കെയാണ് എംപ്ലോയർ സൈഡിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത്.